അമേരിക്ക ഇറാൻ യുദ്ധം ആരംഭിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് മൂന്നാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മൾ. ഫെബ്രുവരി 28, 2026 ആരംഭിച്ച യുദ്ധം ഇപ്പോൾ ഏതാണ്ട് നമ്മൾ മെയ് മാസത്തിലാണുള്ളത്. അപ്പോൾ ഈ യുദ്ധത്തിനെക്കുറിച്ച് പ്രധാനപ്പെട്ട നിരീക്ഷകർ പറയുന്ന ഒരു കാര്യം, ഇത് അവസാനിക്കുക അമേരിക്കയുടെ പിന്മാറ്റത്തിലൂടെ ആയിരിക്കും എന്നാണ്. അതായത് നമുക്കറിയാം ഈ യുദ്ധം തുടങ്ങി ഇന്ന് വിവിധ ഘട്ടങ്ങളിലൂടെ ഇന്നിപ്പോൾ അവസാനത്തിൽ ഒരു സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ഒരു തർക്കത്തിലും പരസ്പരം വിളി നടത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഇതിനപ്പുറത്തേക്ക് ഈ വാർ എസ്കലേറ്റ് ചെയ്തുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരു മിലിറ്ററി അല്ലെങ്കിൽ അങ്ങനെ എസ്കലേറ്റ് ചെയ്തുകൊണ്ട് പോയാൽ അതുകൊണ്ടുണ്ടാകുന്ന മിലിറ്ററി എക്കണോമിക് കോസ്റ്റ് അമേരിക്കയ്ക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമാണ് എന്ന യാഥാർത്ഥ്യം മുൻനിർത്തിയാണ് നിരീക്ഷകർ പറയുന്നത്. അമേരിക്ക ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുക എന്നതാണ് ഇതിൻ്റെ ഒരു പരിണാമം, അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അവർ പറയുന്നതനുസരിച്ചാണ്. കാരണം അങ്ങനെ ഒരു എസ്കലേറ്ററി മെഷറിലേക്ക് ഇനി അമേരിക്ക പോവില്ല എന്ന് തന്നെയാണ് ഏറെക്കുറെ ബുദ്ധിയുള്ള യുക്തിയിൽ ചിന്തിക്കുന്ന ആളുകളൊക്കെ പറയുന്നത്. നമുക്കറിയാം ട്രംപിൻ്റെ കാര്യം അങ്ങനെ ആവും, അല്ലാതെ അതിനപ്പുറം ഈ കോസ്റ്റൊക്കെ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ട്രംപിനെയും തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊരു പിന്മാറ്റം അതാണ് അമേരിക്കയ്ക്ക് മുമ്പിലുള്ള ഒരു വഴി. അപ്പോൾ എവിടെയാണ് അങ്ങനെയാണെങ്കിൽ അമേരിക്കയ്ക്ക് തെറ്റ് പറ്റിയത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ അന്വേഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു ട്രംപ് യഥാർത്ഥത്തിലൊരു വെനിസ്വേല മോഡൽ ഇറാനിലും നടപ്പിലാക്കാൻ കഴിയുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് യുദ്ധം തുടങ്ങിയതെന്ന് തോന്നുന്നു. കാരണം അങ്ങനെ ഒരു വിശ്വാസത്തിൽ നിന്നാണ്. കാരണം എന്താണ് വെനിസ്വേലയിൽ സംഭവിച്ചത് നമുക്കറിയാം. അവിടുത്തെ പ്രസിഡൻറ്റ് നിക്കോളാസ് മദുറോയെ ഒരു ഓപ്പറേഷനിലൂടെ പിടിച്ചെടുക്കുകയും പിന്നീട് ബാക്കിയായ അവിടുത്തെ റെജിമിൻ്റെ ഘടകങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിക്കൊണ്ട് ആ അർത്ഥത്തിലൊരു സോഫ്റ്റ് കൂപ്പ് നടത്തുകയാണ് അമേരിക്ക അവിടെ ചെയ്തത്. അപ്പോൾ സമാനമായൊരു ഓപ്പറേഷൻ ഇറാനിൽ നടത്താമെന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക വിശ്വസിച്ചത്, ട്രംപ് വിശ്വസിച്ചത് എന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ കൂടെ നമ്മുടെ മൊസാദ് ചില ഒബ്സർവേഷൻസ്, ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നും വാർത്തകൾ വരുന്നുണ്ട്. അതായത് അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളെ വധിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ തെരുവിലിറങ്ങുമെന്നും ഒരു പ്രക്ഷോഭം ഉണ്ടാവുമെന്നും അതിനെ തുടർന്ന് നമുക്ക് താല്പര്യമുള്ള ഒരു ഭരണാധികാരി കഴിഞ്ഞ് നൂലിൽ കെട്ടി ഇറക്കാൻ കഴിയും, അങ്ങനെ ആ രീതിയിലുള്ളൊരു റെജിം ചേഞ്ച് അവിടെ സംഭവിപ്പിക്കാൻ വളരെ എളുപ്പമാണെന്നും ഒക്കെയുള്ളൊരു ഇൻ്റലിജൻസ് വിവരം മൊസാദ് കൊടുത്തു എന്നാണ് പറയുന്നത്. മൊസാദിനിങ്ങനെയൊക്കെ വലിയ ലോകോത്തര സ്പൈ സംഘടനയാണെന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. അവരെങ്ങനെ ഇത്തരത്തിലുള്ളൊരു ഇൻ്റലിജൻസ്, ബുദ്ധിശൂന്യമായ ഇൻ്റലിജൻസ് വിവരം കൊടുത്തു എന്നത് നമുക്കറിയില്ല. എന്തായാലും ഇങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്നതാണ് നാം കണ്ടത്. കഴിഞ്ഞ 3 മാസത്തെ ഏറ്റുമുട്ടലിന് ശേഷം നാം കണ്ടതാണ്. ഇറാനിലെ പ്രധാന നേതാക്കളെല്ലാം വധിച്ചതിന് ശേഷവും ഇതൊന്നും സംഭവിച്ചില്ല. അവിടുത്തെ പ്രധാനപ്പെട്ട കൺട്രോളിലുള്ള IRGC റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് പുറത്താക്കാൻ കഴിയുമെന്നാണ് കരുതിയെങ്കിൽ, അല്ലെങ്കിൽ അവരെ തകർക്കാൻ, അവരെ ശക്തിഹീനമാക്കാൻ, അവരെ ബലഹീനമാക്കാൻ കഴിയുമെന്നാണ് കരുതിയത് എങ്കിൽ അവർ കൂടുതൽ ശക്തരാവുകയാണ് ചെയ്തത്. അവർ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള നിലയിൽ ഇറാൻ എന്ന രാഷ്ട്രത്തിൻ്റെ മേൽ അവർ പിടിമുറുക്കുന്നതാണ് നാം കാണുന്നത്. ഇനി ഇറാൻ ജനതയാവട്ടെ, ഈ മൊസാദിൻ്റെ ഇൻ്റലിജൻസ് വിവരം പോലെ പുറത്തിറങ്ങി ഭരണകൂടത്തിനെതിരെ തിരിയുകയാണോ ചെയ്തതല്ല. നേരെ മറിച്ച് അവർ ഭരണകൂടത്തിന് പിന്നിൽ അതിശക്തമായിട്ട് അണിനിരക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ രീതിയിലൊക്കെ ആണ് കാര്യങ്ങൾ വന്നത് എന്നതുകൊണ്ടാണ് അമേരിക്ക മുമ്പിൽ ഇനി ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ എന്ന് നിരീക്ഷകർ പറയുന്നത്. കാരണം അതായത് ഇനി പിന്മാറുക എന്നുള്ള ആ ഒരു വഴി മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത്. അങ്ങനെ ഒരു പിന്മാറ്റത്തിന് അമേരിക്ക മുതിർന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ ഉള്ളതുപോലെ ഇറാന് സ്റ്റേറ്റ് ഓഫ് ഹോർമൂസിൻ്റെ മേലെ ഒരു ഓപ്പറേഷണൽ കൺട്രോൾ കിട്ടും. മറ്റ് പ്രശ്നങ്ങളാവട്ടെ, അമേരിക്കയ്ക്കും ഇറാനുമെതിരെ നിലനിന്നിരുന്ന മറ്റ് പ്രശ്നങ്ങൾ, അതായത് യുദ്ധത്തിന് മുമ്പ് നിലനിന്നിരുന്ന മറ്റ് പ്രശ്നങ്ങൾ, അവയൊന്നും തന്നെ പരിഹരിക്കപ്പെട്ടില്ല. അവയൊക്കെ തന്നെ അതേപോലെ തന്നെ ഇന്ന് നിലനിൽക്കുന്നു. കൂടുതലായിട്ട് സംഭവിച്ചത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിന് മേൽ ഇറാൻ ഒരു കൺട്രോൾ കിട്ടി, ഇറാൻ ഒരു ഓപ്പറേറ്റ് ചെയ്യാനുള്ള
രീതിയിലുള്ള ഒരു കൺട്രോൾ ലഭിച്ചു എന്നത് മാത്രമായിരിക്കും ഈ യുദ്ധത്തിൻ്റെ പരിണാമം. അല്ലെ, മറ്റൊന്നിനും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത് അവസാനിക്കുന്നതെങ്കിൽ അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും വലിയ തെറ്റ് പറ്റിയെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ എന്താണ് അമേരിക്കയ്ക്ക് പറ്റിയ തെറ്റ്? ഈ ആക്രമണത്തിൽ, ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ അമേരിക്കയ്ക്ക് എന്ത് പറ്റി, എന്ത് തെറ്റാണ് പറ്റിയത് എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞു. 4 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത്, നേരത്തെ പറഞ്ഞ ആ കമ്പാരിസൺ, അമേരിക്ക ഇറാനെ വെനിസ്വേല പോലെ പിടിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭരണമാറ്റം അവിടെ സാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ വലിയ രീതിയിൽ ഇറാനെ അമേരിക്ക മിസ് ജഡ്ജ് ചെയ്തു എന്ന് പറയേണ്ടി വരും. അല്ലേ, അമേരിക്കയ്ക്ക് ഇറാൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ആക്രമണത്തിന് ഇറങ്ങി തിരിച്ചവർക്ക് ഇറാൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചോ സംസ്കാരത്തെക്കുറിച്ചോ ഒന്നും യാതൊരു ബോധ്യവും ഉണ്ടായിരുന്നില്ല എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ അവരങ്ങനെ ഒരു തീരുമാനത്തിലെത്തില്ലായിരുന്നു, അങ്ങനെ ഒരു മിസ് ജഡ്ജ്മെൻറ്റിലേക്ക് പോവില്ലായിരുന്നു. കാരണം നമുക്കറിയാം, ഇറാൻ ഏതാണ്ട് 5000 വർഷം പാരമ്പര്യമുള്ള, സുദീർഘമായ പാരമ്പര്യമുള്ള ഒരു സംസ്കാരമാണ്. ആ ഒരു ബോധ്യം ആ ജനസമൂഹത്തിൻ്റെ ഇടയിൽ രൂഢമായിട്ട് ഉള്ളതാണ്. രാഷ്ട്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ ഇറാൻ്റെ ആധുനികവൽക്കരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള, അവരുടെ നാഷണൽ മെമ്മറിയിൽ ഏറ്റവും വലിയ രീതിയിൽ നിലനിൽക്കുന്ന 1953 കൂവായിരിക്കും. അന്നാണ് ഇറാനിലെ ഡെമോക്രാറ്റിക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെ അമേരിക്കൻ ചാരസംഘടനകൾ പുറത്താക്കുകയും അതിനുശേഷം ഇവിടെ ഒരു പോലീസ് സ്റ്റേറ്റ് രൂപപ്പെടുകയും അതിനെതിരെ നടന്ന സമരങ്ങളാണ് പിന്നീടൊരു റവല്യൂഷനായിട്ട് 1979 രൂപപ്പെട്ടതെന്നും ഇന്നത്തെ ഭരണമാറ്റങ്ങളും ഇന്നത്തെ ഭരണകൂടവും അതിൻ്റെ ഭാഗമായിട്ടാണ് രൂപപ്പെട്ടതെന്നും ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ ചരിത്രം അതും ആളുകളുടെ ബോധത്തിൽ, ആളുകളുടെ ദേശീയ ബോധ്യങ്ങളിൽ, നാഷണൽ മെമ്മറിയിൽ രൂഢമൂലമായിട്ടുള്ളതാണ്. ഇതൊക്കെ ഈ ഒരു വസ്തുതകളൊക്കെ നിലനിൽക്കെ വെനിസ്വേല പോലെ ഒരു ഈസി ടാർഗറ്റാണ് ഇറാൻ എന്ന് മിസ്ജഡ്ജ് ചെയ്തു എന്നതാണ് അമേരിക്ക ചെയ്ത ഒന്നാമത്തെ തെറ്റ് എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തേത്, ഇറാൻ്റെ സാങ്കേതിക മേഖലയിൽ ഇറാൻ നേടിയ വളർച്ചയെക്കുറിച്ചുള്ള അമേരിക്കയുടെ ബോധ്യമില്ലായ്മയാണ് എന്ന് പറയും. അതായത് എഞ്ചിനീയറിംഗ് മേഖലയിൽ, ഗണിത മേഖലയിൽ, മറ്റ് പല മേഖലകളിലും ഇറാൻ വളരെ റാപ്പിഡായിട്ടുള്ള പുരോഗതികൾ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ, കുറേ പതിറ്റാണ്ടുകളിൽ നേടിയെടുത്തു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഏതൊരു പരിതസ്ഥിതിയിലാണ് നേടിയത് എന്നതാണ് പ്രധാനം. നമുക്കറിയാം, കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി, 40 വർഷത്തിലേറെയായി ഇറാൻ വലിയ രീതിയിൽ ഉപരോധം നേരിടുകയാണ്. ഒറ്റപ്പെടലാണ്. അതായത് ഒരു ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ മറ്റ് വികസിത രാജ്യങ്ങളുമായി നടത്താൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം അവർക്കില്ല. അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിലും ഈ ഒരു വളർച്ച, സാങ്കേതികമായ മേഖലകളിൽ നേടിയ വളർച്ച വളരെ അവരുടെ ഒരു നാഷണൽ പ്രൗഡായിട്ടുള്ളൊരു സംഭവമായിട്ട് അവർക്ക് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. തദ്ദേശീയമായിട്ടുള്ള സൈനിക വ്യാവസായിക കൂട്ടായ്മകളിലൂടെ പല ഉൽപ്പന്നങ്ങളും അവർ ഉണ്ടാക്കുന്നു. അതായത് ഇന്ന് ഈ യുദ്ധത്തിൽ ഉപയോഗിച്ച, നമുക്കറിയാം, ഡ്രോണ്, ബാലിസ്റ്റിക് ഇൻഡസ്ട്രി, ഇതെല്ലാം അവർ തദ്ദേശീയമായിട്ട് ഡെവലപ്പ് ചെയ്ത് എടുത്തതാണ്. ഈവൻ സാറ്റലൈറ്റ് ടെക്നോളജിയിൽ പോലും ചില രീതിയിലുള്ള പുരോഗതി അവർ നേടിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ രീതിയിൽ ഒരു ഇത്രയും പതിറ്റാണ്ട് കാലം നീണ്ട ഉപരോധങ്ങളെ, ലോകത്തിലെ സാമ്പത്തിക ശക്തികളെല്ലാം കൂടി ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ മറികടന്നു ഇറാൻ ഇങ്ങനെ ഒരു സാങ്കേതിക വളർച്ച ഉണ്ടായിട്ടുണ്ട്. ആ സാങ്കേതിക വളർച്ചയെ, അതിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയി അമേരിക്കയ്ക്ക് എന്നത് അവർക്ക് വന്ന രണ്ടാമത്തെ പാളിച്ചയായിട്ട് നമുക്ക് വിലയിരുത്താം. മൂന്നാമത്തേത്, മിലിറ്ററി സാങ്കേതിക വിദ്യയിൽ തന്നെ വന്നിട്ടുള്ള ചില മാറ്റങ്ങളാണ്. അത് എങ്ങനെയാണ് ഇറാനെ തുണച്ചത് എന്നത് നാം മനസ്സിലാക്കണം. കാരണം ഇന്ന് ഈ ഒരു മിലിറ്ററി സാങ്കേതിക വിദ്യകൾക്ക് വില കുറഞ്ഞ ചില ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യുദ്ധത്തിൻ്റെ ഗതിയെ മാറ്റാൻ കേപ്പബിളായിട്ടുള്ള ചില ഉപകരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഡ്രോൺ, ഇറാൻ യൂസ് ചെയ്യുന്ന വില കുറഞ്ഞ പല മിസൈലുകളും, ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ വില കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആയുധങ്ങളാണിവ. എന്നാൽ ഇവ ഉപയോഗിച്ചുകൊണ്ട് ഇറാന് നടത്താൻ കഴിയുന്ന ആക്രമണങ്ങൾ, ഇറാന് ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്ന സ്ഥലങ്ങൾ വളരെ വിപുലമാണ്. അതിനെ തടയാൻ അമേരിക്കയ്ക്കാവട്ടെ വലിയ രീതിയിലുള്ള
സാമ്പത്തികമായിട്ടുള്ള എന്താണ് ചിലവുകൾ വരുന്ന അവസ്ഥയാണ്. അതായത് സസ്റ്റൈനബിളായിട്ട് രീതിയിൽ ഈ ചെറിയ വില കുറഞ്ഞ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളെ സസ്റ്റൈനബിളായ രീതിയിൽ തടയാൻ അമേരിക്കയ്ക്ക് കഴിയുകയില്ല എന്നത് മിലിറ്ററി സാങ്കേതികവിദ്യയിൽ പൊതുവിൽ വന്ന മാറ്റങ്ങളുടെ ഫലമാണ്. അത് ഇറാനെ യുദ്ധത്തിൽ വലിയ രീതിയിൽ തുണച്ചു. ഇറാൻ ഉണ്ടാക്കാൻ കഴിയുന്ന റിട്ടാലിയേറ്ററി ഡിസ്ട്രക്ഷൻ, ആ ഒരു ഡിസ്ട്രക്ഷൻ്റെ അതിൻ്റെ ഒരു വലുപ്പത്തെ തടയാൻ US-ൻ്റെ ഒരു കേപ്പബിലിറ്റിക്ക്, അല്ലെങ്കിൽ US-ന് അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്ന സ്രോതസ്സുകൾ ഹൈലി കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് എന്നത്, അത് കൺസിസ്റ്റൻ്റായിട്ട് തുടർന്നു പോകാൻ US-ന് കഴിയില്ല എന്ന സിറ്റുവേഷൻ കൊണ്ടുവരുന്നുണ്ട്. അതാണ് പ്രധാനമായിട്ടും ഈ ഒരു മാറ്റം, ഇത് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നങ്ങൾ, അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് അതിനെ അഡ്രസ്സ് ചെയ്യാനും അത്തരത്തിലുള്ളൊരു പ്രത്യാഘാതത്തെ മുൻകൂട്ടി കാണാനും ഒന്നും അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്നത് തീർച്ചയായിട്ടും അമേരിക്കയുടെ ഒരു പരാജയമാണ്. അതാണ് മൂന്നാമത്തെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. നാലാമത്തത് അമേരിക്കയുടെ ഒരുപക്ഷെ ഒരു ഇൻറ്റേർണൽ പ്രശ്നമായിരിക്കും. അമേരിക്കയുടെ ഫോറിൻ പോളിസി വലിയ രീതിയിൽ യുക്തിരഹിതമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാതെ വയ്യ. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്, ഇപ്പം ട്രംപിൻ്റെ രണ്ടാമത്തെ അഡ്മിനിസ്ട്രേഷൻ ആരംഭിച്ചതിന് ശേഷം അതിനു മുന്നും അത്തരത്തിലുള്ള ഘടകങ്ങൾ ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ അപ്പോഴും കുറച്ചൊക്കെ റാഷണലാണെന്ന് പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് തോന്നുന്ന രീതിയിലായിരുന്നു അവർ നടന്ന ആക്രമണങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇതിപ്പം തീർത്തും ഇറാഷണലായിട്ടുള്ള യുക്തിരഹിതമായ രീതിയിലുള്ള പല നിലപാടുകളുമാണ് അവർ സ്വീകരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ട്രംപിന് ചുറ്റുമുള്ള ഒരു കൂട്ടം ലോയലിസ്റ്റായിട്ടുള്ള ആളുകൾ പല കാര്യങ്ങളിലും അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നാഷണൽ പോളിസി, ഫോറിൻ പോളിസി, അവരുടെ സൈനിക പോളിസി, ഇതിനൊക്കെ കൃത്യമായി പഠിക്കുകയും അതിന് കൃത്യമായ രൂപരേഖകൾ തയ്യാറാക്കുകയും ചെയ്യുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും അമേരിക്കയിലകത്തുണ്ട്. പക്ഷേ അവരുടെ ഒന്നും വോയിസുകൾ ട്രംപിനടുത്ത് എത്തുന്നില്ല, അല്ലെങ്കിൽ അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് വലിയ രീതിയിൽ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഒക്കെ ഒരു നിരീക്ഷണങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ അവിടുത്തെ നാഷണൽ കൗണ്ടർ ടെററിസം ഡയറക്ടർ ജോ കെൻഡ് റിസൈൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹം റിസൈൻ ചെയ്യുമ്പോഴും പറഞ്ഞത് ട്രംപ് ഒരു എക്കോ ചേമ്പറിനകത്താണ്, അതായത് അദ്ദേഹത്തെ പുകഴ്ത്തുകയും പറഞ്ഞു തന്നെ വീണ്ടും കേൾക്കുകയും ചെയ്യുന്ന ഒരു എക്കോ ചേമ്പറിൻ്റെ ഉള്ളിലാണ് ട്രംപ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങൾ അദ്ദേഹത്തിന് ലഭ്യമല്ല, പ്രസിഡന്റിന് ലഭ്യമല്ല. അത് മൂലം സംഭവിക്കുന്നത് UN ഫോറിൻ പോളിസി വലിയ രീതിയിൽ യുക്തിരഹിതമായിട്ട് പ്രവർത്തിക്കുന്നു എന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ്, ഇതൊക്കെയാണ്, ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അമേരിക്കയ്ക്ക് പറ്റിയ തെറ്റ് എന്ന് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു യുദ്ധം ഒരാവശ്യമുള്ള യുദ്ധമേ ആയിരുന്നില്ല അല്ലേ. അപ്പോൾ അത് ഏവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ലോകത്തിൽ ആർക്കും ഏതെങ്കിലും തരത്തിലുള്ള നേട്ടം യുദ്ധം കൊണ്ടുണ്ടായതായിട്ട് നമുക്കറിയില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ എന്തിനാണ് ഈ യുദ്ധത്തിലേക്ക് അമേരിക്ക ഇറങ്ങിപ്പോട്ടപ്പെട്ടത്? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അമേരിക്കൻ ഫോറിൻ പോളിസിയിലെ യുക്തിരാഹിത്യത്തെക്കുറിച്ച് പൊതുവിൽ ലോക ജനതയ്ക്കും ലോക രാജ്യങ്ങൾക്കുമെല്ലാം ബോധ്യമായ ഒരു സന്ദർഭം കൂടിയായി ഇത് മാറി അല്ല. ഇത്തരം ഒരു യുദ്ധം, അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നാണ് എല്ലാവരും ആവർത്തിച്ച് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ US-ൻ്റെ ഒരു ഗ്ലോബൽ ഡൊമിനൻസ് കാണിക്കുക, അത് മാത്രമായിരുന്നു ഒരു പക്ഷേ ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുക. അതിനോടൊപ്പം തന്നെ ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഒരു റീജിയണൽ സൂപ്പർ പവറായി തീരണം എന്നൊരു മോഹമുണ്ടായിരുന്നു. അതിൻ്റെ കൂടി ഒരു ഭാഗമായിട്ടാണ്, അതായത് US-ൻ്റെ ഗ്ലോബൽ ഡോമിനൻസും ആഗോള തലത്തിൽ തങ്ങളുടെ അധീശത്വം അരക്കെട്ടുറപ്പിക്കുക എന്നുള്ള അവരുടെ ലക്ഷ്യവും പ്രാദേശികമായിട്ട് മധ്യേഷ്യയിൽ, മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ ഒരു സൂപ്പർ പവർ ഉണ്ടാവണം എന്ന ഒരു ഇസ്രായേൽ മോഹവുമാണ്, അതുമാത്രമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു യുദ്ധം തുടങ്ങാൻ അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് ആ റീജിയനെ നയിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇത് രണ്ടിൻ്റെയും ഗ്ലോബൽ ഡോമിനൻസിന് വേണ്ടിയുള്ള US-ൻ്റെ ആ ഒരു അതരക്കെട്ടുറപ്പിക്കാനുള്ള, അത് സ്റ്റാമ്പ് ചെയ്യാനുള്ള അവരുടെ ഒരു താല്പര്യവും, അതേപോലെ ഇസ്രായേലിൻ്റെ റീജിയണൽ ഹെജമൺ ആവണം എന്നുള്ള ഒരു മോഹവും, അത് രണ്ടിൻ്റെയും ലിമിറ്റ്സാണ്, അതിൻ്റെ രണ്ടിൻ്റെയും പരിധികളാണ് യഥാർത്ഥത്തിൽ പക്ഷേ ഈ യുദ്ധം വെളിപ്പെടുത്തിയത് എന്നാണ് നാം കാണുന്നത്. രണ്ടിൻ്റെയും
രണ്ടിൻ്റെയും ലിമിറ്റ്സ് ഈ യുദ്ധം കാണിച്ചു തന്നു. അത് രണ്ടും അത്ര എളുപ്പത്തിൽ സാധ്യമായതൊന്നല്ല. അമേരിക്ക മാത്രം സൂപ്പർ പവറായിട്ടുള്ള ഒരു കാലഘട്ടം ഇത് അവസാനിക്കുന്നുവെന്നും ഇസ്രായേലിന് അവർ വിചാരിച്ചതുപോലെ, അവർ മോഹിക്കുന്നത് പോലെ അങ്ങനെ വളരെ എളുപ്പത്തിൽ മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു ശക്തിയായി തീരുക സാധ്യമല്ല എന്നും ഒരർത്ഥത്തിൽ ഈ യുദ്ധം കാണിച്ചു തരികയാണ് ചെയ്തത്.